മഹാരാഷ്ട്രയിൽ വമ്പൻ തേരോട്ടമെങ്കിൽ മഹാമുന്നേറ്റം അത് തന്നെയാണ്. ഗംഭീര പെർഫോമൻസ് എന്ന് പറയുന്നു. അതെ, ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിച്ചൊരു പാഠം അവിടെ NDA സഖ്യം കൃത്യമായി നടപ്പിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 17 സീറ്റിലേക്ക് കുറഞ്ഞു പോകുന്ന തരത്തിലേക്ക് ഏറെ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന ഏതാണ്ട് 30-ൽ മുകളിലേക്ക് സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന ഇടമാണ് മഹാരാഷ്ട്രയിൽ BJP സഖ്യം. അവിടെയാണ് അല്പം കാലിടറിയത്. അത് ആകെയുള്ള BJPയുടെ കണക്കൂട്ടലുകളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിരുന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും സംഘടനാ പ്രവർത്തനത്തിലുമൊക്കെ ആ മാറ്റം അവിടെ ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കാണ്. ഉണ്ടോ നമ്മോടൊപ്പം ഗൗതം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാളിയതെന്ത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ പരിഹരിച്ചതെന്ത്? എന്താണ് ഫാക്ടേഴ്സ്? പ്രദീപ്, ഇതിൽ അത് സൂചിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, BJP മഹാരാഷ്ട്രയിൽ ആകെ മത്സരിച്ചത് 148 സീറ്റിലാണ്. അതിൽ 133 സീറ്റിലാണ് ഈ ലീഡ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട പാർട്ടി മുന്നണി സംവിധാനത്തിൽ സീറ്റ് ഷെയറിങ്ങുകൾ നടത്തി അവര് അർഹതയില്ലാത്ത പലർക്കും കൂടുതൽ സീറ്റുകൾ, പ്രത്യേകിച്ച് അജിത് പവാറിനെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ മുന്നണിക്കകത്ത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പല പ്രശ്നങ്ങൾ NDAയിൽ തന്നെ നിലനിന്നിരുന്നു. എന്നിട്ട് പോലും അവർക്കൊക്കെ സീറ്റുകൾ കൊടുത്ത് ബാക്കി വന്ന 148 സ്ഥലത്താണ് BJP മത്സരിച്ചത്. അതിൽ 133 സീറ്റിൽ BJP ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നേരത്തെ നിങ്ങൾ 3 പേര് സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത മുന്നേറ്റം മഹാരാഷ്ട്രയുടെ മണ്ണിൽ BJP നടത്തുന്നു എന്നതാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിക്കകത്തും അതോടൊപ്പം തന്നെ സീറ്റ് ഷെയറിംഗുമായി ഒക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടിരുന്നു എന്നത് വസ്തുതയാണ്. ആ വിഷയങ്ങളെയൊക്കെ കൃത്യമായി പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി BJP വളരെ മാസങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം BJPക്ക് ഉണ്ടായി എന്നല്ല, മറിച്ച് മുൻപ് നടത്തിയതുപോലെ 2014-ലും 2019-ലും ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ അപ്രമാദിത്വത്തിന് കളമൊരുക്കിയ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ. പക്ഷേ ഈ സ്റ്റേറ്റുകളിൽ മുൻപത്തെ 2 ടേമുകളിൽ 14-ലും 19-ലും നടത്തിയതുപോലെയുള്ള ഒരു പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല. കേവലം 9 സീറ്റ് മാത്രമാണ് ഈ തവണ BJPക്ക് മഹാരാഷ്ട്രയിൽ ലഭിച്ചത്. അതിൽ നിന്നുണ്ടായ പരാജയങ്ങൾ, അതായത് സീറ്റ് ഷെയറിംഗിൽ അതോടൊപ്പം തന്നെ നല്ല സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കുന്നതിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആ വിഷയങ്ങളെയൊക്കെ കൃത്യമായി പരിഗണിക്കുകയും ഒപ്പം ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഹിന്ദു വോട്ടുകൾ ഡൈവേർട്ട് ചെയ്ത് ഇന്ത്യ മുന്നണിക്കും കുറച്ച് BJPക്കും ഒക്കെ പോയതാണ് സാഹചര്യമെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് ഹിന്ദു കൺസോൾട്ടേഷൻ കൃത്യമായി തന്നെ സംഭവിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. കാരണം മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ചെയ്തുകൊണ്ടിരുന്നത് തീവ്ര മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിക്കുകയും, നമുക്കറിയാം അടുത്ത കാലത്ത് ഉലുമ ബോർഡൊക്കെ ഈ ഇന്ത്യ മുന്നണിയുമായി നടത്തിയ ചർച്ച, അതോടൊപ്പം തന്നെ ആ ചർച്ചയുടെ ഭാഗമായി RSSനെ നിരോധിക്കണമെന്നും മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകണമെന്നുമൊക്കെയുള്ള ഡിമാൻഡുകൾ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഉലുമ ബോർഡ് വെക്കുന്നു. അത് രഹസ്യമായി അംഗീകരിക്കാമെന്ന് ശരത് പവാറിനെ പോലുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ അംഗീകരിക്കാമെന്ന് രഹസ്യമായി ധാരണയുണ്ടാക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരസ്യമാവുകയും BJP കൃത്യമായി തന്നെ അത് വോട്ടർമാർക്കിടയിലേക്ക് ഈ വിഷയം ഉയർത്തി കാണിക്കുകയും ചെയ്തു. BJPയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ ഒരുമിച്ച് നിൽക്കൂ എന്നുള്ളതായിരുന്നു. അത് കൃത്യമായി ഹിന്ദു വോട്ടർമാർക്ക് മുന്നിലേക്ക് തന്നെയാണ് ആ സന്ദേശം കൊടുത്തത്. കാരണം വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ഒരു ഭാഗത്ത് തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുമ്പോൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന സന്ദേശം അത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല ജാർഖണ്ഡിലും BJP കൃത്യമായി തന്നെ നടത്തി. ഒപ്പം വികസന നേട്ടങ്ങൾ, അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതില്ല, കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ BJP NDA സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, അതൊക്കെ കൃത്യമായി വോട്ടായിട്ടുണ്ട്. എന്നാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഈ 148 സീറ്റിൽ മത്സരിച്ച BJP 135 സീറ്റിലും ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അപ്രമാദിത്യം. BJPയുടെ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ്. മാത്രമല്ല നമുക്കറിയാം RSSന്റെ ആസ്ഥാനം നിലകൊള്ളുന്ന നാഗ്പൂർ അടങ്ങുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതിനാൽ RSS ക്യാമ്പുകളെയും ആവേശം കൊള്ളിക്കുന്ന പെർഫോമൻസ് ആണ് BJP നടത്തുന്നത് എന്ന കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്.